നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേവി ഉപാസനയെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് ഈ മന്ത്രസിദ്ധി ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. ഈ ആധുനിക ലോകത്ത് ഈ ഉപാസന അല്ലെങ്കിൽ ദൈവീകമായ സങ്കല്പങ്ങളൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇന്ന് ഈ ലോകത്ത് കാണുന്നതെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തി മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരാളുടെ ജീവിതം പൂർണ്ണമാവുന്നത്. അതായത് അവൻ്റെ ക്രിയ കൊണ്ടും ഇച്ഛ കൊണ്ടും ആജ്ഞ കൊണ്ടും അല്ലെ ജ്ഞാനം കൊണ്ടും എല്ലാം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശം നിൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും ശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മനുഷ്യൻ സൃഷ്ടിച്ച മൊബൈൽ സിഗ്നലുകൾക്ക് മനുഷ്യന് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്ത് അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്നും അതില്ല എന്നൊരിക്കലും പ്രതിപാദിക്കാൻ സാധിക്കില്ല. അതെല്ലാം നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവൻ കാണണം. ഇതിൽ ഞാൻ ഒരുപാട് എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉപദേവതകൾക്കാണ്. ഉപദേവതകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാൻ കാരണം, ആ ഉപദേവതകളെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ എന്നാണ് പറയുന്നത്, അകത്ത് ദർശനം നടത്താൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളോട് ചേർന്ന് നിന്നാണ് ദർശനം നടത്തുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു കാര്യകാരണവും ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല. ഇരുവശങ്ങളിൽ നിൽക്കാനുള്ള കാരണം, ആ ഒരു ബിംബത്തിൽ നിന്നും, അതൊരു സയന്റിഫിക്കലി കൂടി നമ്മൾ കണക്കൂട്ടുവാണെങ്കിൽ, ആ ബിംബത്തിൽ നിന്നും പ്രവഹിക്കുന്ന പോസിറ്റീവ് എനർജി അതൊരു സർപ്പാകൃതിയിൽ അല്ലെങ്കിൽ ഒരു എസ് ഷേപ്പിലാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇരുവശങ്ങൾ നിൽക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർപ്പാകൃതിയിൽ വരുന്ന ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ഹൃദയഭാഗത്തേക്ക് വന്ന് നമ്മുടെ ഹൃദയചക്രയെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പുറന്തള്ളി നമുക്ക് ശരീരത്തിനും ഓറയ്ക്കും എല്ലാം ഒരു പോസിറ്റിവിറ്റി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വരുമ്പോൾ സ്വാഭാവികമായി പോസിറ്റീവായുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇതൊരു സയന്റിഫിക്കലി ഞാൻ പറഞ്ഞാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദേവിയെ ഉപാസിക്കുക അല്ലെ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭദ്രകാളി, ദുർഗാ ക്ഷേത്രങ്ങളിൽ 4 പ്രദക്ഷിണമാണ് നമ്മൾ വയ്ക്കേണ്ടത്. 4 പ്രദക്ഷിണം വെച്ചാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുവശങ്ങളിൽ നിന്ന് ചേർന്ന് നിന്ന് നമ്മൾ തൊഴുമ്പോൾ ആദ്യമായി നമുക്ക് ആദ്യത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ജപിക്കാം: അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അത് 3 പ്രാവശ്യം ജപിക്കാം. ശേഷം ഓം ഭദ്രകാളിയെ നമ ജപിക്കാം, ഓം മഹാകാളിയെ നമ ജപിക്കാം, ഓം മഹാദേവിയെ നമ ജപിക്കാം. ശേഷം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ജപിക്കാം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഈ നാമങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ജപിക്കാവുന്നതാണ്. ആദ്യത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശക്തിയും ബുദ്ധിയും വിദ്യയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകത്തുള്ളൂ. ശേഷം നമ്മൾ പ്രദക്ഷിണം വെച്ച് വീണ്ടും ദേവിയെ വലം വെച്ച് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഈ നാമങ്ങൾ വീണ്ടും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ തുടങ്ങി ഈ നാമങ്ങൾ വീണ്ടും ജപിച്ച് ദേവിയോട് കുറച്ചൊരു 22-30 സെക്കൻഡ് നമ്മൾ അവിടെ ആ ദർശനം നടത്തണം എന്നാണ് പറയുന്നത്. കാരണം ഈ ബിംബത്തിൽ നിന്നുള്ള എനർജി വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു സയന്റിഫിക്കലി ഒരു 18-22 സെക്കൻഡ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഈ ഒരു വൈബ്രേഷൻ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മാനസികമായി നന്നായി പൊരുത്തപ്പെട്ട് നിൽക്കണം. അതിനാണ് ഞാൻ ഈ നാമങ്ങൾ ജപിക്കണമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മളിൽ തന്നെ നമ്മുടെ മനസ്സ്
ചഞ്ചലപ്പെടാതെ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ആ ഒരു ദേവീഭാവം അല്ലെങ്കിൽ ആ ബിംബത്തിലേക്ക് നമ്മൾ കൂടുതൽ അർപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓറയും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനുമായിട്ട് കണക്റ്റഡ് ആവത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു വൈബ്രേഷൻ വന്ന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൃദയചക്രം വഴി ഈ ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകത്തുള്ളൂ. നെഗറ്റീവ് എനർജി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നെഗറ്റീവായിട്ടായിരിക്കും അട്രാക്ട് ചെയ്യപ്പെടുന്നത്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. പ്രത്യേകിച്ച് ദുർഗാ ഭദ്ര എന്ന് പറയുമ്പോൾ അതൊരു ഭയത്തെ അകറ്റുന്ന ദേവിയും കൂടിയാണ്. ഭയത്തെ അകറ്റി ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ഭക്തയുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം തരുന്ന ഒരു ദേവീ ഭാവമാണ് ദുർഗ അല്ലെങ്കിൽ ഭദ്ര എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭയം എന്നൊരവസ്ഥ. ഈ ഭയം എന്ന അവസ്ഥ തീർച്ചയായും മാറണമെങ്കിൽ ഭദ്രയും ദുർഗയും ഒക്കെ ഭജിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ദേവി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതുപോലെ നമുക്ക് ഭദ്രയുടെ വേറെ 2-3 നാമങ്ങളും നമുക്ക് അവിടെ നിന്ന് നടയിൽ നിന്ന് ജപിക്കാൻ സാധിക്കും. അത് ഓം ഹ്രീം ദും ദുർഗായ നമ, ഓം ഹ്രീം ദും ദുർഗായ നമ, ഓം ഹ്രീം ദും ദുർഗായ നമ. ഹ്രീം എന്നത് ബീജമന്ത്രാക്ഷരമാണ്. ബീജമന്ത്രത്തിന് മാത്രമേ ശക്തിയുള്ളൂ. അപ്പോൾ ബീജമന്ത്രാക്ഷരം കൂട്ടി നമ്മൾ ജപിക്കുമ്പോൾ കൂടുതൽ ശക്തി നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശത്രുനാശത്തിന് നമുക്ക് ഓം ഹ്രീം മഹാചാമുണ്ടായ നമ എന്ന് ജപിക്കാം. ഓം ഹ്രീം മഹാചാമുണ്ടായ നമ, ഓം ഹ്രീം മഹാചാമുണ്ടായ നമ എന്നും ജപിക്കാം. പിന്നെ നമുക്ക് ദുരിതങ്ങളും നമുക്ക് തടസ്സങ്ങളും എല്ലാം അകലുന്നതിന് വേണ്ടിയിട്ട് ആ നടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓം ദുർഗാദേവിയും പ്രപദ്യേ ശരണമഹമശേഷം ആപതുന്മൂലനായ, ഓം ദുർഗാദേവിയും പ്രപദ്യേ ശരണമഹമശേഷം ആപതുന്മൂലനായ, ഓം ദുർഗാദേവിയും പ്രപദ്യേ ശരണമഹമശേഷം ആപതുന്മൂലനായ എന്നീ 3 നാമങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ജപിക്കാവുന്നതാണ്. ഇങ്ങനെ ജപിച്ച് ദർശനം നടത്തി സാഷ്ടാംഗം നമസ്കരിക്കണമെങ്കിൽ നമസ്കരിച്ച് അവിടെ ഒരു 10 മിനിറ്റ് നമ്മൾ വീണ്ടും അവിടെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ ഇരുന്ന് ആ വൈബ്രേഷൻസ് എല്ലാം നമ്മളിലേക്ക് എത്തിയ ശേഷം മാത്രമേ നമ്മൾ ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. പറ്റുമെങ്കിൽ ചെമ്പരത്തി മാലയോ അല്ലെങ്കിൽ പുഷ്പങ്ങളോ ഒക്കെ ദേവിക്ക് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഭദ്ര ദുർഗ എന്ന് പറയുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണ് ചോറ്റാനിക്കര അമ്മ. ചോറ്റാനിക്കര അമ്മയും വളരെയധികം ശക്തി വിശേഷമുള്ളൊരു ദേവിയാണ്. ലോകമെമ്പാടുമുള്ള നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ദേവീ ഭാവം എന്ന് പറയുന്നത് കീഴ്ക്കാവ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭയത്തെ അകറ്റുന്ന ഒരു ദേവീ ഭാവമാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത്. പിന്നെ ചോറ്റാനിക്കര അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂകാംബികാ ദേവി, അതായത് മൂകാംബിക സരസ്വതി ദേവിയാണ് രാവിലെ അവിടെ ഭാവത്തിലിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചോറ്റാനിക്കരയിൽ. ശേഷമാണ് സരസ്വതി ദേവി മൂകാംബികയിൽ പോകുന്നത്. അതുതന്നെയാണ് സമയക്രമങ്ങളിലും തന്നെ വ്യത്യാസമുണ്ട്. 4 മണിക്ക് ചോറ്റാനിക്കര നട തുറക്കുമ്പോൾ മൂകാംബിക 5 മണിക്കാണ് തുറക്കുന്നത്. ആ ഒരു സമയം സരസ്വതി ദേവി അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ദേവീ ഭാവങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നത്. പെട്ടെന്ന് പ്രസാദിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദേവീഭാവമാണ്. അതുകൊണ്ട് ഭദ്രയും ദുർഗയും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഭജിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ദേവീഭാവത്തെ ഉപാസിച്ചുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നാമങ്ങൾ ജപിക്കാം. വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ജപിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.